നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ സെഷൻ. ഓക്കെ. നമ്മുടെ എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ ദിവസങ്ങളല്ല, കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണിയുടെ അത്ഭുതകരമായ ഒരു മാറ്റത്തിന് വേണ്ടി, ഇപ്പൊ 30 ദിവസത്തെ മണി മാജിക്കൽ മൈൻഡ് സെറ്റ് അല്ലെ, അതിനെ പറ്റിയിട്ടാ പറഞ്ഞേ. വളരെ സത്യസന്ധമായ ഒരു വിശകലനം എന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പോഡ്കാസ്റ്റാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആയിട്ടല്ലേ നമ്മൾ സംസാരിക്കുക അല്ലെ. മറ്റ് വീഡിയോസ് പോലെയല്ല, പോഡ്കാസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളുടെ യാത്രയിലൂടെ ഈ 4 ദിവസത്തിൽ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ, നിങ്ങൾ ഈ കാര്യത്തെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. മാജിക്കൽ മണി എന്ന് പറയുന്ന ആ സംഭവത്തെ നിങ്ങൾക്ക് അത്ര കണ്ട് റെഡിയായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്നറിയോ? വേറൊന്നുമല്ല, വ്യൂസിന്റെ കാര്യത്തിലോ മറ്റോ അല്ല, അതൊക്കെ പോഡ്കാസ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെയും വ്യൂ ആയിപ്പോ. നിങ്ങൾ ഇതിന്റെ പ്രാക്ടീസിനെ പറ്റി അത്ര സീരിയസ് ആയിട്ട് എടുത്ത് ആരും കമന്റ് ചെയ്ത് കണ്ടില്ല. അങ്ങനെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, എനിക്കതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. കാരണം ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ 30 ദിവസത്തെ അബൻഡൻസ് ജേർണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നണം ഇതൊരു ചെറിയൊരു പരിപാടിയാണ്, ഇതൊന്നും ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്താന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നവരോടുള്ള ഒരു കാര്യമാണ്. അല്ല, ഇതൊരു ചെറിയൊരു പരിപാടിയല്ല. കാരണം ഞങ്ങള് കഴിഞ്ഞ കുറച്ചു കാലം, ഇന്ന് 70 ദിവസമായിട്ട് മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന നമ്മൾ പ്രോഗ്രാം ഉണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് ആൾക്കാരുടെ അവർ ചെയ്യേണ്ട ദിനചര്യ, സേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യേണ്ട ദിനചര്യയെ പറ്റിയിട്ട് ഞങ്ങൾ ഒരു 70 ദിവസമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അവിടെ ആൾക്കാർക്ക് വന്ന മാജിക്കൽ ചേഞ്ചസിനെ പറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങളിതൊക്കെ ചിലപ്പോൾ റീൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കണം കേട്ടോ. അവർ പോലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരും. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ 10-60 ദിവസം കൊണ്ട് തിരിച്ചു പിടിച്ചിരിക്കുക. പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി, സാമ്പത്തികം, മാനസികം, ഫാമിലി, അങ്ങനെ 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 പല രൂപത്തിലുള്ള വിഷയങ്ങളിലുണ്ട ആൾക്കാര് നഷ്ടപ്പെട്ടു ജീവിതം. വാർദ്ധക്യത്തിലേക്ക് എഴുതി 60-70 വയസ്സായപ്പോ എന്റെ ജീവിതം കൈവിട്ടു പോയി എന്ന് അറിഞ്ഞ് പരിതപിച്ച് അന്ന് പറഞ്ഞ് നിലവിളിച്ചു പോയുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ മാനസികം ഒന്നൊന്ന് കേട്ടു നോക്കണം. ഇന്ന് രാവിലെ ഞാനിപ്പോ ഇത് സൺഡേ ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. സൺഡേ ഇന്ന് രാവിലെ ഞങ്ങൾ അതിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ആൾക്കാർ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ വളരെ സന്തോഷത്തിന്റെ കണ്ണുനീരുകളായിരുന്നു എല്ലാവരും. സന്തോഷം ഞാൻ റെക്കോർഡും ചെയ്തിട്ടില്ല അത്, കാരണം അതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. സന്തോഷത്തിന്റെ കണ്ണുനീരുകളായിരുന്നു എല്ലാവർക്കും വന്നത്. കാരണം ആ ചേഞ്ചസ് ആരും വിചാരിച്ചു, ഈ സേവേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആരും വിചാരിച്ചത് ഇത് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു 10-75-80ഓളം ആൾക്കാരുടെ ലൈഫിൽ വലിയ മാറ്റത്തിന് ആകാൻ പറ്റി. വളരെ ലളിതമാണ്. ചില പ്രാക്ടീസുകൾ മാത്രം ചെയ്യാൻ പറഞ്ഞു. വളരെ ഒരു 10-15 മിനിറ്റും ഉള്ള പ്രാക്ടീസ് മാത്രമാണ്. ആ പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ അത്രയും മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്തരം ഈ 30 ദിവസത്തെ അബൻഡൻസ് ജേണിയൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് ഓരോ ദിവസത്തെ ഒരു പ്രാക്ടീസുകളാണ്. ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഒരുപാട് ആൾക്കാർ ഈ സാമ്പത്തിക വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ആ ദുരിതത്തെ കരകയറാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരാനായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം, എസ് എന്ന്. ഇപ്പൊ 50 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 10 ലക്ഷം, 2 ലക്ഷം ഒക്കെ കടങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചിട്ട് ആ പൈസ കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്? ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ. എന്നിട്ടൊന്ന് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിനെപ്പറ്റി കൃത്യമായി പറയാം, ഒന്ന് വാച്ച് ചെയ്ത് നോക്കണേ. അങ്ങനെ എങ്ങനെയാണ് മാറുക, എങ്ങനെയാണ് യഥാർത്ഥം മാറുക എന്നൊക്കെ ഈ സീരീസ് മുഴുവൻ നിങ്ങൾ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കിയോളൂ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ മതി. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല, ഇത് സൈക്കോളജിക്കൽ ഓരോ ആളുടെ ഇതാണ്. ഇതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് ഇത് ചെലവൊന്നുമില്ല, ഒരു രൂപ പോലും ചെലവില്ലാതെ ഫ്രീ ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് തരുന്നത് അല്ലെ. ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ മറ്റു സ്ഥലത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ വന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ഞാനിപ്പോ നേരത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിന്റെ താഴെ നോക്കിയപ്പോൾ ഒരാൾ കമന്റ് ചെയ്ത് കണ്ടു, സാറേ നിങ്ങൾ ഈ മെഡിറ്റേഷനും മറ്റെല്ലാ ക്ലാസ്സിനും ഫീസ് മേടിക്കുന്നതും ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവർക്ക് ഫ്രീ തരാൻ പറ്റില്ലേ എന്നത്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ബാലിശമാണ് ആ ഒരു കമന്റ് എന്ന്. ഞാൻ ആ കമന്റ് പറയുന്ന ആളെയല്ല, അപ്പൊ അയാൾ എന്താണ് ശ്രദ്ധിച്ചത്. ഞാൻ ഇപ്പൊ ഇത്രയും ക്ലാസ്സുകളൊക്കെ തരുന്നത് എനിക്ക് പെയ്ഡ് ഉണ്ടായിട്ടാണ്. യൂട്യൂബിൽ നിന്ന് എന്ത് പൈസ കിട്ടുന്നതാണ് നിങ്ങൾ കരുതുന്നത്?
ഇത്തരം ക്ലാസ്സുകൾ എടുത്താൽ മണിക്കൂറുകളിൽ ഇരിക്കുന്ന ക്ലാസ്സുകൾ ഞാൻ ഒരു ദിവസം നമ്മുടെ ഇപ്പൊ ഞാനിത് സെൽഫ് റെക്കോർഡിംഗ് ആണ്, ഇത് സൂമിലുള്ള സൂമിൽ കൊടുക്കുന്ന ക്ലാസ്സേ അല്ല, വെറും യൂട്യൂബിന് വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സായത്. യൂട്യൂബ് സൂമിന് വേണ്ടി നമ്മൾ ദിവസം 200, 400, 300 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഈവൻ മെഡിറ്റേഷൻ ഒക്കെ ആണെങ്കിൽ 500 ആൾക്കാർ വരെയൊക്കെ, 500 നമ്മുടെ സൂമിന്റെ കപ്പാസിറ്റി. അത്രയും ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അവരൊന്നും പൈസ ഒന്നും മേടിക്കില്ല, ഫ്രീ ആണ്. ഇനിയിപ്പോ ചിലവരാരെങ്കിലും തന്നെ 101 രൂപയൊക്കെ ചിലപ്പോ ഒരു സംഭാവനയായിട്ടൊക്കെ തന്നു വരും, ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗുരുദക്ഷിണ പോലെയൊക്കെ തന്നു വരും. അതിൽ കൂടുതലൊന്നും ആരോട് വാങ്ങിച്ചിട്ടൊന്നും അറിയിച്ചില്ല. ഒരു സൂമിന് തന്നെ നമുക്കൊരു മാസം ഏകദേശം ഒരു 6000 രൂപയോളം സൂമിന് മാത്രം കൊടുക്കണം. പിന്നെ ഓഫീസ് കാര്യങ്ങൾ അതൊക്കെയാണ്. ഞാൻ ഇപ്പൊ യൂട്യൂബിന്റെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര മില്യൺസ് വരുമാനമൊന്നും അല്ല. അത്രയൊന്നും വ്യൂസ് ഒന്നും നമ്മുടെ ഇതില്ല. അതിന് വ്യൂസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കണം, കൂടുതൽ വ്യൂസ് ഉണ്ടാവും. അതിനും പല ആൾക്കാർ പറയുന്ന മെഡിറ്റേഷനൊക്കെ പെയ്ഡ്, എന്താ പറയാ, അഡ്വർടൈസ്മെന്റ് വരുന്നൊക്കെ. ഞാൻ മെഡിറ്റേറ്റ് വരാതിരിക്കണമെങ്കിൽ അതിലൊരു ഓപ്ഷനേ ഉള്ളൂ യൂട്യൂബിൽ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മെമ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യൂട്യൂബിന് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക? ഓക്കെ, അതെന്ത് കാട്ടെ. നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസിൽ അല്ലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ വിജയിക്കാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇവിടെ പൈസ കൊടുത്ത് എടുക്കുന്ന ക്ലാസ്സുകളും നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് വിജയിക്കുന്നുണ്ട് എന്നതിനാണ് ഇതിന്റെ പ്രധാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നിത്യവും ചെറിയ ചെറിയ പ്രാക്ടീസുകൾ ചെയ്താൽ മതി, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. എന്ന് വെച്ചാൽ പണിയെടുക്കാതെ കാശ് കിട്ടുമെന്ന് ആരും വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. പണിയെടുത്തിട്ട് തന്നെയാണ് കാശ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ പണിയെടുത്ത് കാശുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അല്ലെ, ഇതിനെ ശരിക്കും അനുഭവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കാം. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളൊരു കാശുള്ളവനും കാശില്ലാത്ത ഒരാളുടെ മാനസികാവസ്ഥയെ പറ്റി ഒന്ന് നടന്നു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. അയാൾ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ബന്ധത്തെ ഒന്നാലിച്ചു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ് കൂടുതൽ പോകുന്നില്ല. ഇന്നത്തെ ദിവസം 5ാമത്തെ ദിവസത്തിലേക്ക് ക്ലാസ്സിലേക്ക് ഇന്നത്തെ സെഷൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ്. ഡീകൾട്ടർ ആൻഡ് ഡൊണേറ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റിയിട്ടാണ്. ഡീകൾട്ടർ ഡൊണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കുക എന്ന് മലയാളത്തിൽ പറയും. അത് സംഭാവന ചെയ്യുക, വൃത്തിയാക്കുക, സംഭാവന ചെയ്യുക എന്ന് പറയും. ക്ലിയർ ഔട്ട് ഓൾഡ് ഐറ്റം യു എന്താ പറയാ, ക്ലിയർ ഔട്ട് ഓൾഡ് ഐറ്റം യു നോ ലോങ്ങർ നീഡഡ് എന്ന് പറയും. അതായത് നമ്മൾ കൃതജ്ഞതയിൽ നിന്ന് തുടങ്ങി നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് ഈ 4 ദിവസം അല്ലെ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിലൊക്കെ നിങ്ങൾ ഇപ്പോഴെല്ലാം എഴുതി വെക്കുന്നുണ്ടോ അല്ലെ. അപ്പോ നമ്മുടെ അലമാരയിൽ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ചു. അത് നമുക്ക് ഒരുപാട് സ്പേസ് പോകുന്നു എന്ന് മാത്രമല്ല, ഈസ് ഇറ്റ് ഗീവ് യു ഹാപ്പിനെസ്, സന്തോഷം നൽകുന്നുണ്ടോ? ഇങ്ങനെ കുത്തി നിറച്ച് അലമാരയിൽ ഓൾഡ് ആയിട്ടുള്ള ഐറ്റംസ്, നിങ്ങളുടെ റൂമിനകത്ത് ഓൾഡ് ആയിട്ടുള്ള ഐറ്റംസ്, പഴയ വസ്ത്രങ്ങള്, പഴയ തുണികള്, കടലാസ് കഷ്ണങ്ങള്, വൃത്തിയില്ലാതെ കിടക്കുന്ന പുസ്തകങ്ങള്, പേപ്പർ കട്ടിങ്ങുകള്, അങ്ങനെ 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 നിങ്ങൾക്ക് ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലാത്ത സാധനങ്ങൾ എത്ര നിങ്ങൾ റൂമിലും വീട്ടിലും കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഉണ്ടല്ലേ. ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിശകലനം ചെയ്യണം. കാരണം പഴയത് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? വൈ ഇസ് ഓൾഡ്? കാലപ്പഴക്കം കൊണ്ടാണോ ഓൾഡ്? അല്ലല്ലോ. അതിന്റെ കാലപ്പഴക്കം കൊണ്ട് നമ്മൾ ഓൾഡാന്ന് ആരും ഒന്നിനും പറയാറില്ല. അതിന്റെ വൃത്തിയിലും അത് നൽകുന്ന എനർജിയെ പറ്റി പറയുമ്പോൾ അത് നൽകുന്ന എനർജിയിലും, അല്ലെങ്കിൽ അത് ആവശ്യമില്ല എന്ന് നമ്മൾ കരുതുമ്പോൾ മാത്രമാണ് അത് കാലപ്പഴക്കം അല്ലെങ്കിൽ പഴയത് എന്ന് പറയാറുള്ളൂ അല്ലെ. അപ്പോ അത് നമ്മുടെ ജീവിതത്തിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും സമാനമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്തോ, ഉപയോഗിക്കാത്തത് എന്തോ, ഇഷ്ടമില്ലാത്തത് എന്തോ ആയ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്, നമുക്ക് എന്താ തോന്നുക? അതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, ഇതിനി പുതിയതൊന്നും വാങ്ങിക്കണ്ട എന്നുള്ള തോന്നലുണ്ടാവില്ലേ? അലുമാര തുറന്നു നോക്കിയിട്ട് ആൾക്കാർ എത്ര പേര് പറയാറുണ്ട്, വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇനി പുതിയൊന്നും വാങ്ങിക്കണ്ട എന്ന് ലളിതമായി പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? യഥാർത്ഥത്തിൽ ആ വസ്ത്രങ്ങളെല്ലാം പഴയതായി നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് തോന്നാറുണ്ട്. നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മൾ അലുമാര തുറന്ന് ഫുൾ വസ്ത്രങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അലുമാര തുറന്ന് പഴയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ, ഫ്രിഡ്ജ് തുറന്നിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, ഓ ഫ്രിഡ്ജ് ഫുള്ളാണല്ലോ, ഇനിയിപ്പോ പുതിയൊന്നും വാങ്ങിക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരില്ലേ?
ഇത് നമ്മൾ എന്താണ് പ്രപഞ്ചത്തോട് പറയുന്നത്? ഞാൻ നിറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതെന്റെ നിറവുണ്ട് എന്നല്ലേ ഈ പറയുന്നതിന്റെ അർത്ഥം? അത് വളരെ ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഡീകൾട്ടർ എന്ന് പറയുന്നത്. വൃത്തിയാക്കുക. എന്താണ് വൃത്തിയാക്കുക? വൃത്തിയാക്കുക എന്ന് പറയുന്നത് വെറുതെ അടക്കി വെക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അതൊരു ഊർജ ശുദ്ധീകരണമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ശാരീരികമായും മാനസികമായും ഇടം സൃഷ്ടിക്കുന്ന പഴയ നിശ്ചലമായ ഊർജത്തെ പുറത്തുവിടാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ ചെയ്യുന്നത്. അത് സംഭാവന ചെയ്യുകയോ, അതൊരു ശക്തമായ ഔദാര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രവൃത്തിയായി മാറുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതിലും അധികം ഉണ്ടെന്നും അത് പങ്കുവെക്കാൻ നിങ്ങൾ തയ്യാറാണെന്നും നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സൂചനയാണ് സംഭാവന എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ ശക്തമായ ഒരു ഊർജ പ്രവാഹം തന്നെ സൃഷ്ടിക്കും നമ്മളിലേക്ക്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തത് തരത്തിലുള്ള മാറ്റമാണ് നമ്മൾ അത്തരം സംഭാവനകൾ. നമ്മളെ സംബന്ധിച്ചത് ആവശ്യമില്ലാത്തതാണ്, പക്ഷെ അത് ആവശ്യമുള്ള ആൾക്കാരുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പഴയ വസ്ത്രങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടാവുന്നത്. കാരണം അത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഉണർവുണ്ടാവും. ആ ഉണർവ് നമ്മളെ വളരെ വല്ലാണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ചുരിദാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഷർട്ട്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പാന്റ് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഗർവുണ്ടല്ലോ, ഒരു തോന്നലുണ്ടല്ലോ. നിങ്ങൾ ഞാനത് കൊടുത്തു എന്നാണ് തോന്നുക. എനിക്കിപ്പോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്തു എന്നാണ് തോന്നുക. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുക ഞാനത് കൊടുത്തു, എനിക്കത് കൊടുക്കാൻ പറ്റി എന്നല്ലേ ചിന്തിക്കുക. ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള പഴയ ഊർജത്തെ കൊടുത്തിട്ട് പുതിയ ഊർജം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡ്രോവർ ആവാം, സെൽഫ് ആവാം, അലിമാരയാവാം, കട്ടിലാവാം, ബെഡാവാം, അല്ലെങ്കിൽ പെട്ടിയാവാം, എന്തുമാവട്ടെ അതൊന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുക. അത് വേണ്ടവർക്ക് കൊടുത്തുക. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ നോക്കണം. എന്താ നമ്മൾ ഇതിന് ചെയ്യേണ്ടത്? നിങ്ങൾ എപ്പോഴും റൂമിലേക്ക് നോക്കിയിട്ട് ചുറ്റുപാട് നോക്കിയിട്ട് 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണോ എന്ന് ആലോചിക്കുക. ഇതെനിക്ക് ഇഷ്ടമാണോ എന്ന് ആലോചിക്കുക. ഇതെന്റെ ജീവിതത്തിന് വലിയ മൂല്യം നൽകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. എല്ലാത്തിനും ഉത്തരം 4 ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അത് ഒഴിവാക്കേണ്ട സമയമായി. അതൊരു കൂമ്പാരം, ഒരു വേസ്റ്റേജ് ആയി മാറാതെ കണ്ട് സംഭാവനമാകുന്ന കൂമ്പാരയാക്കി മാറ്റുക. അതിനെ സാധനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോൾ അവ സംഭാവന ചെയ്യാനായി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ ആ സാധനങ്ങളെ പിന്നെ നമ്മൾ പറയുന്നത് അത് വേസ്റ്റാന്ന് പറയില്ല. അത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കാം കേട്ടോ, അത് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഊർജം ഓട്ടോമാറ്റിക് അവിടെ മാറും. അപ്പോൾ അതിനെ നമ്മൾ മാനസികമായും ഊർജപരമായിട്ടുള്ള ഒരു മാറ്റമാക്കി മാറ്റുമ്പോൾ അത് ബോധപൂർവം നമ്മളിലേക്ക് പുതിയ ഒരു ഊർജത്തെ നൽകും എന്നുള്ളത് തത്വമാണ്. ഇത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് മാത്രം കൊടുക്കാനും ഞാൻ പറയുന്നത്, ആവശ്യമുള്ളതിനെ കൊടുക്കുന്നതിനെ തൽക്കാലം ഞാൻ പറയുന്നില്ല. അത് കൊടുക്കേണ്ടത് എല്ലായ്പ്പോഴും വേണം. ഔദാര്യം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ആവശ്യമില്ലാത്തവ ദാനം ചെയ്യുന്നത് നമുക്ക് ഏറെ ഉണ്ട് എന്നുള്ള പ്രതീതി നമുക്കുണ്ടാക്കും. അതുകൊണ്ട് അത് ചെയ്യുക എന്നാണ് ഇപ്പൊ പറയുന്നത്. മറ്റു കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ പറഞ്ഞുതരാം. അപ്പൊ പഴയതും ഉപയോഗിക്കാത്തതുമായ സാധനങ്ങളും നിശ്ചലമായ ഊർജത്തെ ഒഴിവാക്കാനായിട്ട് അവ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അവരിലും ആ ഒരു ഊർജം നൽകാനായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ ഇന്നു മുതൽ എടുക്കുക. അപ്പോൾ ജീവിതത്തിൽ വൃത്തിയാക്കാൻ ഇന്ന് ദിവസം വീടിനെ വൃത്തിയാക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് എടുത്തോളൂ. ഇത് മാന്ത്രികമായിട്ടുള്ള ഒരു ഇടം നിങ്ങളുടെ വീട്ടിനെ ഒരുക്കും. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും നല്ലത് മാത്രം അനുഭവിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കമന്റും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ മറ്റു കാര്യങ്ങളുമാണ് നമ്മുടെ പ്രവർത്തനത്തിൽ ഊർജം എന്നറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, അല്ലെ, പണ്ടത്തെ കുഞ്ചന്റെ സിനിമയിൽ പറഞ്ഞു, ഇഷ്ടമാനോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇഷ്ടമായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഒരു 2 വരി താഴെ എഴുതിയിട്ടോളൂ. എന്നിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. മറ്റ് ചങ്സുകളിൽ നിന്നിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾ കഴിവതും വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുന്നു. അത് ഓർമ്മിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.